നിങ്ങളുടെ വായിൽ നിന്ന് വാമാചാര്യത്തെ പറ്റി പറയുന്നു. ഗരുഡ ലോകത്തിലുള്ളവർ ചെയ്യുന്ന വാമാചാര്യത്തിന്റെ ശക്തിയെപ്പറ്റി നിങ്ങൾക്കറിയില്ലേ? എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഈ തീരുമാനം. വേണ്ട. വാമാചാര്യത്തിൽ നിന്ന് ഒരിക്കൽ ഉൽക്ക ഉത്ഭവിച്ചാൽ അത് നാഗങ്ങൾ എവിടെയുണ്ടെങ്കിലും തേടി കണ്ടുപിടിച്ച് ബലി കൊടുക്കും. നമ്മുടെ ആവശ്യവും അതുതന്നെയല്ലേ? നമുക്ക് നാഗങ്ങളെ സംഹരിക്കണമെന്നുള്ളത് സത്യമാണ് എന്നു കരുതി ഉൽക്ക പ്രയോഗം നടത്തിയാൽ നാശമാകാൻ പോകുന്നത് വെറും നാഗങ്ങൾ മാത്രമല്ല. ഉൽക്കയുടെ ചൂട് കാരണം ചുറ്റിലുമുള്ള ജീവജാലങ്ങളും ജീവികളും വരെ ഇല്ലാതാവും. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുകയില്ല. എന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. അത് സർപ്പസംഹാരമാണ്. എന്തോ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. സുവർണ, നമ്മളിപ്പോൾ ആദിശേഷനെയും നാഗറാണിയും സംഹരിച്ചില്ല എങ്കിൽ നമുക്ക് പിന്നെ നല്ല കാലമില്ല. ആ നാഗമാണിക്യത്തിന്റെ പ്രകാശം പടരുവാനിനി കേവലം 6 മാസം മാത്രമാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? ആരുടെ അടുത്താണോ നാഗമാണിക്യം 24 വർഷം ഉണ്ടായിരുന്നത്, അതവരുടെ തന്നെ സ്വത്തായി മാറും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ആ നാഗമാണിക്യം നേടണമെന്നുള്ള നമ്മുടെ ആഗ്രഹം വെറും ആഗ്രഹമായി തന്നെ അവശേഷിക്കും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഉൽക്ക പ്രയോഗം നടത്താമച്ചാ. ഒരു കാര്യം ഓർമ്മയിലുണ്ടാവട്ടെ. യുദ്ധത്തിനായി വന്നവരാണ് നമ്മൾ. നമ്മുടെ മനസ്സിലെപ്പോഴും ജയത്തിനെ പറ്റിയുള്ള ഓർമ്മകൾ മാത്രമേ ഉണ്ടായിരിക്കാവൂ, അല്ലാതെ ചാവാൻ പോകുന്ന ജീവികളെ പറ്റിയല്ല. ദൈവമേ, എന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്നറിയില്ല. തൃശ്ശൂരിനെ കാണുമ്പോ എനിക്കെന്തോ വല്ലാതെ ദേഷ്യം വരുമായിരുന്നു. പക്ഷെ അവനിപ്പോ സംസാരിക്കുന്ന കേൾക്കുമ്പോ ഇതൊക്കെ ഞാൻ മുമ്പ് എവിടെയോ കേട്ടതുപോലെ തോന്നാ എനിക്ക്. അതെവിടെയാണ് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. നാഗവനത്തിലേക്ക് പോയപ്പോഴും ശരിയായ ഉത്തരം എനിക്ക് കിട്ടിയില്ല. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ദൈവമേ, ആരെന്തൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. ശിവാനി മാത്രം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നൊരിക്കൽ എനിക്ക് തോന്നിയ വിഷമം കൊണ്ട് ദേഷ്യത്തിൽ എന്തൊക്കെയോ ഞാൻ പറഞ്ഞുപോയി. സോറി ദൈവമേ. ശിവാനി എപ്പോഴും ഇതുപോലെ തന്നെ എന്റെ കൂടെ ഉണ്ടാവണേ. അത് നിങ്ങൾ അർച്ചന ചെയ്ത കുറി എന്തിനാ താലിയിൽ ചാർത്തിയത്? എന്റെ ഭർത്താവിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. അങ്ങനെ ചെയ്ത ഭർത്താവിന് നല്ലത് സംഭവിക്കോ? ഒരു പെണ്ണിന് ഭർത്താവല്ലേ സർവസ്വവും. അവൻ കെട്ടിയ താലിയാണ് നമുക്ക് ഈ സുമംഗലി ഭാഗ്യം തരുന്നത് തന്നെ. അതിന് റെസ്പെക്ട് കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? ഇവളെന്തീ ചെയ്യുന്നത്? അല്ല, സൂര്യൻ ഇന്ന് പടിഞ്ഞാറേ ദിക്കിൽ ഉദിച്ചോ എന്നൊരു സംശയം. രാവിലെ എഴുന്നിട്ടപ്പോ നോക്കാൻ മറന്നുപോയി. എന്തു പറ്റി? ഒന്നുമില്ല, എന്റെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോന്ന് മനസ്സിലാവുന്നില്ല. അതിനർത്ഥം എന്താ? ഞാൻ ഇത്രയും നാൾ ഈ താലിക്ക് വില കൊടുത്തില്ലെന്നാണോ? നീ കല്യാണം കഴിഞ്ഞതിന് ശേഷം 5 തവണയെങ്കിലും പറഞ്ഞു കാണും, ഇത് താലിമാലയല്ല, എന്റെ കഴുത്തിൽ വീണ ഒരു കുരുക്കാണ് എന്ന്. അല്ല, അന്ന് അത്ര ദേഷ്യം ഉണ്ടായിരുന്ന നീ ഇപ്പൊ സഡനായിട്ട് എങ്ങനെ? അപ്പൊ നീ എന്നെ ശരിക്കും പ്രേമിക്കുന്നില്ലാന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. ഞാനോ? ഞാൻ നിന്നെ എത്രമാത്രം പ്രണയിക്കുന്നുവെന്ന് ഈ ലോകം മുഴുവൻ കണ്ടതാ. എന്തുമാത്രം ദേഷ്യപ്പെടുമായിരുന്നു നീ. എന്റെ മനസ്സിന് നീ എത്രമാത്രം സങ്കടം തന്നിട്ടുണ്ടെന്നറിയോ?
എന്നോട് നീ ക്ഷമിക്കണം തൃശൂൽ. ആ വിട്ടേക്ക്. നമുക്ക് ഭർത്താവിന്റെയും ഭാര്യയുടെ ഇടയിൽ ഈ താങ്ക്സ് പറച്ചിലോ സോറിയോ അങ്ങനെയുള്ള വാക്കുകളൊന്നും വരരുത്. അത് നമ്മുടെ ബന്ധത്തിൽ ഒരു അകൽച്ച ഉണ്ടാക്കി കളയുന്നേ. അപ്പോ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എന്താ ചെയ്യണ്ടേ? സന്തോഷം തോന്നുമ്പോ ഒരു തവണയൊക്കെ ഐ ലവ് യു എന്ന് പറയാം. അപ്പൊ സങ്കടം വരുമ്പോഴും സങ്കടം തോന്നുമ്പോ 2 തവണ ഐ ലവ് യു എന്ന് പറയാം. നോക്ക്, ഇങ്ങനെ ചെയ്യുമ്പോ ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ ഈ വഴക്കെന്ന് പറയുന്നതേ ഉണ്ടാവില്ല. അതൊക്കെ വിട്. വാ, നമുക്ക് അവിടെ കുറച്ചേരം ഇരുന്നിട്ട് പോ. തൃശൂൽ, നിന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് വളയൊക്കെ ഇട്ട് തരുമോ നീ? ഞാനോ? ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ ആരെങ്കിലും വിളിക്കായിട്ട് തരാൻ. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഞാൻ തന്നെ ഇട്ട് തന്നാ പോരെ. ഇങ്ങതാ. എന്നാ ഈ പൂ കൂടെ വെച്ച. തൃശൂൽ, ഐ ലവ് യു. നീ നീ എന്നോട് നീയല്ലേ എന്നോട് താങ്ക്സ് ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞേ? വാ. ഓം ജാതജത സംയുക്തമർദ്ദേന്ദു കൃതിലക്ഷണം ലോചനായത്ര സ്നുഗ്നവത പദമേന്ദു സാധ്യശനയം. ഏയ്, എന്താ നടക്കുന്ന ഇവിടെ? എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? നിങ്ങൾ സാധാരണ മനുഷ്യരല്ല. എനിക്കെന്തോ നല്ല സംശയമുണ്ട്. ഏയ്, നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? മിണ്ടാതെ നിന്നോ അവിടെ. നിങ്ങൾ ഇപ്പോ എന്തോ തെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നിനക്ക് നിന്റെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ മിണ്ടാതിരുന്നു. ഇല്ല എങ്കിൽ ഞാനല്ല. എന്നോട് ക്ഷമിക്കണേ. ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല. അങ്ങ് ദൂരേക്ക് മാറി നിന്നോളാം. അച്ഛാ, ഇനി ആരും നമ്മളെ തടയാൻ വരില്ല. അച്ഛൻ പൂജ തുടങ്ങിയാലും. ഓം ഗരുഡദേവായ നമഃ. ഓം കശ്യപപുത്രായ വിദ്മഹി. ഓം പക്ഷിരാജായ വിദ്മഹി. തന്നോ ഗരുഡ പ്രചോദയാത്. പൂജ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഇച്ഛാധാരി നാഗങ്ങളുടെ സർവനാശത്തിന് ആരംഭം കുറിക്കാൻ പോകുന്നു. ശിവാനി, ഈ ദിവസം ഉണ്ടല്ലോ എന്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. എന്തേ?
എന്റെ പ്രണയം എനിക്ക് തിരിച്ചു കിട്ടി. എന്റെ ഭാര്യ എന്റേതായി മാറിയെന്ന് തോന്നുക. എന്നുവെച്ചാ ഇത്രയും നാളെ ഞാൻ വേറെ ആളുടെ ഭാര്യയായിരുന്നോ? അല്ലല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നീ എന്റെ മാത്രമായിരുന്നു, പക്ഷെ എന്നെ സ്നേഹിക്കുന്നില്ലായിരുന്നു. ശിവാനി, നീ എന്റെ അടുത്ത് എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാവില്ലേ? എന്റെ അവസാന ശ്വാസം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ ആവുമ്പോ നമ്മളെ തമ്മിൽ അകറ്റാൻ ആർക്കും പറ്റില്ല. തൃശൂൽ, തൃശൂൽ, അവിടെ എന്തോ പൂജ നടക്കുന്ന പോലെ ഉണ്ടല്ലോ. ഞാനും അതാ നോക്കുന്നേ. എന്തായിരിക്കും സംഭവം? ഇവിടെ നിൽക്ക്, ഞാൻ എന്താന്ന് ചോദിച്ചിട്ട് വരാം. ഞാൻ കൂടെ വരാം. ശരി, വാ. സാർ, നിങ്ങൾ എങ്ങോട്ടായി പോന്നേ? ചേട്ടാ, അവിടെ എന്തോ പൂജ നടക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയേ. അല്ല, അത് തൃശൂർ, അവർ നമുക്ക് താമസിക്കാൻ സൗകര്യം തന്നവരല്ലേ. അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. വാ. ചേട്ടാ, അവിടെ എന്തോ പൂജ നടക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? അത് നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയേ. അല്ല, അത് തൃശൂർ, അവർ നമുക്ക് താമസിക്കാൻ സൗകര്യം തന്നവരല്ലേ. അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. വാ. ഉൽക്കപ്രയോഗത്തിന്റെ സമയം വന്നിരിക്കുന്നു. എല്ലാവരും വാമദേവനെ ധ്യാനിച്ച് പൂജയുടെ ഫലം നമുക്ക് നല്ലതായി വരട്ടെ എന്ന് മന്ത്രിച്ചോളൂ. പോകൂ, ആ ഇച്ഛാധാരി നാഗങ്ങളെ തേടി എവിടെയായാലും അവരുടെ സർവനാശം കാണിക്കുക. പോകൂ. അച്ഛാ, നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്കാണല്ലോ ഇത് പോകുന്നത്. എനിക്കും അതാണ് മനസ്സിലാവാത്തത്. വീടിനകത്തേക്കാണല്ലോ പ്രവേശിച്ചത്. എന്നുവെച്ചാ ഇച്ഛാധാരി നാഗങ്ങൾ നമ്മുടെ വീടിനകത്ത് തന്നെയുണ്ടോ? എന്നുവെച്ചാൽ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ കൂടെ തന്നെയുണ്ടെന്നോ? ആദിശേഷ, തലവ, ഉൽക്ക തിരിച്ചിങ്ങോട്ട് വരികയാണല്ലോ. അച്ഛാ, എന്താ ഇങ്ങനെ? ആ ആദിശേഷനെ സംഹരിക്കാനായി പറഞ്ഞുവിട്ട ഉൽക്ക പോലും നാശമായി പോയല്ലോ. എന്താ അച്ഛ ഇങ്ങനെ? എന്താ പറ്റിയത്? അച്ഛാ, എന്താണ് ഇങ്ങനെ മൗനമായി നിൽക്കുന്നത്? ഈ വീട്ടിലെന്തോ നിഗൂഢതയുണ്ട്. അതെന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ വീട്ടിൽ ദൈവസാന്നിധ്യമുണ്ടെന്ന അനുഭവം ഉണ്ടാകുന്നു. ഏതോ ഒരു ദൈവശക്തി നമ്മുടെ ഉൽക്കപ്രയോഗത്തെ നശിപ്പിച്ച് നാശമാക്കിയിരിക്കുന്നു. ഏതാണ് ആ ശക്തി? കണ്ടുപിടിക്കുക.
അച്ഛാ 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 എന്തു പറ്റി? അവിടെ അവിടെ സ്ഫടികലിംഗം. ചന്ദ്രഹാസ, തലവ, ആദിശേഷന്റെ വീട്ടിലേക്ക് പോകൂ. അവന്റെ മുഖമൊന്ന് മനസ്സിലാക്കിയിട്ട് വാ. അവന്റെ വീട്ടിൽ പോയാൽ എങ്ങനെ മനസ്സിലാകും? അവൻ ഇപ്പോൾ അവിടെ ഇല്ലല്ലോ. അവന്റെ വീട്ടിൽ അവന്റെ ഒരു ഫോട്ടോയെങ്കിലും ഉണ്ടായിരിക്കും. നമുക്കൊരു ചെറിയ സൂചനയെങ്കിലും കിട്ടിയാൽ മതി. തൃശൂൽ, എന്താ ആലോചിക്കുന്ന നീ? ഒന്നുമില്ല. നീ എൻ്റെ കൂടെ ഇപ്പൊ നല്ല ക്ലോസ് ആയിട്ടല്ലേ നിൽക്കുന്നേ. അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ആലോചിച്ചുകൊണ്ട് നിൽക്ക. അപ്പോ നിനക്കെന്നെ വിശ്വാസമില്ലാന്നർത്ഥം. ഇതിപ്പോ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? വിശ്വാസത്തിന്റെ കാര്യമല്ല ശിവാനി. ഞാൻ ഇനിയും പറ്റിക്കപ്പെടുമെന്നുള്ള ചിന്ത എന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കുക. പറ്റിക്കപ്പെടാനോ? എന്നെ കല്യാണത്തിന് മുൻപേ കാണാതായി പോയില്ലേ? ഓർമ്മയില്ലേ? ആ, ഏതോ കൂട്ടുകാരന്റെ കൂടെ പോയതല്ലായിരുന്നോ നീ? അതൊന്നും സത്യമല്ല. എന്റെ കൂടെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷെ അത് വേറെ ആരുമല്ല, നീ തന്നെ. ഞാനോ? നീ തന്നെ. നീയാണ് എന്നെ ദ്വീപിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കള്ളം, കള്ളം പറയാ നീ. ഞാൻ കല്യാണ വീട്ടിലല്ലായിരുന്നോ? ഞാൻ പറയുന്നത് സത്യം തന്നെ ശിവാനി. എന്റെ വാക്ക് നീ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം, എന്നാലും പറയാം. കല്യാണത്തിന് മുൻപേ ബാച്ചുലർ പാർട്ടി ഉണ്ടായില്ലേ? അത് കഴിഞ്ഞ് നീ എന്നെ ഒരു ദ്വീപിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നീ വളരെ ക്ലോസ് ആയിട്ടാ പെരുമാറിയിരുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്നോ? ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോയെന്നോ? ആ, അത് നീ തന്നെയായിരുന്നു. എന്ന് വെച്ചാ ഈ ശരിക്കുള്ള ശിവാനിയല്ല, ശിവാനിയുടെ രൂപത്തിലുള്ള മറ്റാരോ. ശിവാനിയുടെ രൂപത്തിലുള്ള മറ്റാരോ എന്ന് പറഞ്ഞ? ഞാൻ ഇനി പറയുന്നത് കേട്ട് നീ ചിരിക്കരുത്. ഇല്ല, പറ. ഏതോ സർപ്പം നിന്റെ രൂപത്തിൽ വന്നതാ. എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതാ. അതറിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയപ്പോ എന്നെ കൊല്ലാൻ പോലും ശ്രമിച്ചു എന്നുള്ളതാ. ഏതോ ഒരു നാഗം എന്റെ രൂപത്തിൽ വന്നെന്നോ? അപ്പോ ഏതോ ഒരു ഇച്ഛാധാരി നാഗം ഇവിടെ എത്തിയിട്ടുണ്ട്. ആരായിരിക്കും അത്? നിനക്കെന്റെ ശക്തിയെക്കുറിച്ച് അറിയില്ലേ? അവിടെ വെച്ച് അതുമായി പോരാടി ജയിച്ചിട്ടാണ് ഞാൻ അവിടെ വിട്ട് വന്നത്.